എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിൽ ഉള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. കേരളത്തിലെ പെരിങ്ങോട്ടുകരയിൽ തൃശ്ശൂരിൽ നിന്ന് 20 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന വിഷ്ണുമായ ക്ഷേത്രമാണ് കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രം. മറ്റ് 320 കുട്ടിച്ചാത്തന്മാരെയും ആരാധിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുട്ടിച്ചാത്തനായ വിഷ്ണുമായയാണ്. ആത്മീയ ഗുരുവും മഠാധിപതിയുമായ ബ്രഹ്മശ്രീ വിഷ്ണു ഭാരതീയ മുഖ്യപുരോഹിതനായി പ്രവർത്തിക്കുന്നു. പരമ്പരാഗതമായി വിഷ്ണുമായയെ ആരാധിക്കുന്ന ഈഴവ സമുദായവുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കുട്ടിച്ചാത്തൻ വിഷ്ണുമായയാണ്. ഭദ്രകാളി, ഭുവനേശ്വരി, കുഷികൽപ്പം, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ് എന്നിവയും കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന മറ്റു ദേവതകളാണ്. ക്ഷേത്ര പാരമ്പര്യമനുസരിച്ച് ഒരു ഭക്തൻ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുകയും ഋഷിമാരുടെ മാർഗനിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. വിഷ്ണുമായ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതായും അതിനുശേഷം അദ്ദേഹം പെരിങ്ങോട്ടുകരയിലേക്ക് മടങ്ങി വന്ന് ദേവനെ പ്രതിഷ്ഠിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. ഒടുവിൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി അദ്ദേഹത്തിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുകയും ദേവനുമായി പെരിങ്ങോട്ടുകരയിലേക്ക് മടങ്ങുകയും ചെയ്തു. പെരിങ്ങോട്ടുകരയിൽ എത്തിയ അദ്ദേഹം ഇപ്പോൾ കാനടി കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കേരളത്തിലെ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ മകരമാസങ്ങളിൽ നടക്കുന്ന വാർഷിക തിരുവെല്ലട്ട് ഉത്സവത്തിലാണ് രൂപക്കളം പരമ്പരാഗതമായി നടത്തുന്നത്. വിഷ്ണുമായയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ആചാരപരമായ വഴിപാടാണ് രൂപക്കളം. ഇവിടെ ദേവൻ്റെയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായ കരിങ്കുട്ടിയുടെയും വർണ്ണാഭമായ രൂപങ്ങൾ പല നിറങ്ങളിലുള്ള ഔഷധ ജൈവപ്പൊടികൾ ഉപയോഗിച്ച് നിലത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു. രൂപക്കളം വരച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബാംഗമായ ഒരു പുരോഹിതൻ ഒരു പൂജ നടത്തുന്നു. തുടർന്ന് പരമ്പരാഗത സംഗീതത്തിൻ്റെ അകമ്പടിയോടെ കളത്തിനു ചുറ്റും ഒരു പവിത്രമായ ആചാര നൃത്തം നടക്കുന്നു. നൃത്തത്തിനു ശേഷം പുരോഹിതൻ തേങ്ങാപ്പനയോല ഉപയോഗിച്ച് കളം മായ്ക്കുന്നു. ആചാരത്തിന് ശേഷം പൊടി ഭക്തർക്ക് വിതരണം ചെയ്യുന്നു. മതപരമായ ആചാരങ്ങളുടെ ഭാഗമായി ഭക്തർ ദേവന് നിരവധി വഴിപാടുകൾ അർപ്പിക്കുന്നു. രൂപകാലം, ചുറ്റുവിളക്ക്, നിറമാല, വെള്ളാട്ട് കർമ്മം, വീട്, ഗുരുതി, ദിവസപൂജ, പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രാഥമിക വഴിപാടുകളിൽ ചിലത്. അനുഗ്രഹം തേടാനും ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാനുമാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. മലയാള മാസമായ മകരത്തിൽ ആചരിക്കുന്ന വിഷ്ണുമായയുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് തിരുവെള്ളാട്ട് മഹോത്സവം. കൂടാതെ മിഥുനമാസത്തിലെ ഉത്രം നക്ഷത്ര ദിനത്തിൽ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി 3 ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നു. വിഷ്ണുമായയുടെ അമ്മയുടെ രൂപത്തിലുള്ള ഭുവനേശ്വരിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഒരു ഉത്സവമാണ് തോറ്റംപാട്ട് മഹോത്സവം. പെരിങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് വിഷ്ണുമായയെ കൊണ്ടുവരാൻ കാരണക്കാരായ കാനാടി കുടുംബത്തിൻ്റെ കുടുംബദേവതയാണ് ഭുവനേശ്വരി. തോറ്റംപാട്ട് ദിവസം ദേവിയെ ശ്രീകോവിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അവിടെ ദേവിയുടെ ഒരു വിഗ്രഹം കളമായി സൃഷ്ടിക്കപ്പെടുന്നു. തുടർന്ന് വിവിധ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു. കലിയുഗത്തിലെ പരമശക്തിയായി ഭഗവാൻ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ കണക്കാക്കുന്നതിനാൽ ഭഗവാന് പൂജകളും പ്രത്യേക വഴിപാടുകളും നടത്തുന്ന തൻ്റെ അനുയായികളുടെ ആശങ്കകൾക്ക് അദ്ദേഹം ഉടനടി പരിഹാരം നൽകും. ഭഗവാൻ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാനും കഴിയും. നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏതൊരു പ്രയാസകരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ ഭഗവാൻ വിഷ്ണുമായയ്ക്ക് കഴിയും. വിഷ്ണുമായ ക്ഷേത്രത്തിൽ നടത്തുന്ന ഓരോ പൂജയും വളരെ ശക്തമാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ക്രമേണ മാറുകയും നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സമൃദ്ധവുമാകും. തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ കിഴക്കുമാറിയാണ് അനവധി പുണ്യപുരുഷന്മാരുടെ പാദസ്പർശത്താൽ പരിപാവനമായ പെരിങ്ങോട്ടുകര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വടക്കേ മലബാറിലെ ചിറയ്ക്കൽ കോവിലകത്തെ പടനായകന്മാരിൽ പെട്ട കോനാചാര്യൻ ഹിമാലയത്തിലെത്തി മഹാദേവപുത്രനായ ചാത്തൻ സ്വാമിയെ പ്രത്യക്ഷമാക്കി. തിരികെ എത്തി കളരികൾ തുറന്ന് മുറകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കെ ചാഴൂർ കോവിലകത്തെ തമ്പുരാൻ്റെ ആവശ്യപ്രകാരം ചിറയ്ക്കൽ കോവിലകത്തെ തമ്പുരാൻ്റെ നിർദ്ദേശാനുസരണം കോനാചാര്യൻ ചാഴൂർ കോവിലകത്തെത്തി. കളരി സ്ഥാപിക്കുന്നതിലും താമസിക്കുന്നതിലും തൻ്റെ പ്രത്യക്ഷമൂർത്തിയായ കുട്ടിച്ചാത്തൻ സ്വാമിയെ കുടിയിരുത്തുന്നതിനും ആവശ്യമായ ഭൂമി തമ്പുരാൻ കരമൊഴിവായി നൽകിയതായി ചരിത്രം. ജാതിഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ നിത്യേന സങ്കടനിവൃത്തിക്കായി എത്തുന്ന ഒരു പുണ്യസങ്കേതമാണ് കാനാടി കുട്ടിച്ചാത്തൻകാവ്.
തറവാടിൻ്റെ ഇപ്പോഴത്തെ കാരണവരും കണ്ണാടിക്കാവിലെ മഠാധിപതിയുമായ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി കോനാചാര്യ മുനീന്ദ്രൻ്റെ പുനർജന്മമാണെന്ന് ഇവിടെയെത്തി അനുഗ്രഹീതരാകുന്ന ഓരോരുത്തരും വിശ്വസിക്കുന്നു. നിത്യേന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാരുടെ സങ്കട നിവൃത്തിക്കായി ഉച്ചയ്ക്ക് 1 മണിക്ക് വിഷ്ണുമായ നൃത്തത്തിലെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇഹലോക ജീവിതത്തിൽ അനുഭവിക്കുന്ന മാന്ത്രിക ദോഷത്താലും ക്ഷുദ്രമാരണത്താലും ദുർമൂർത്തി കോപത്താലും കുട്ടിച്ചാത്തൻ സ്വാമി കോപത്താലും ബാധോപദ്രവത്താലും സർപ്പദോഷത്താലും ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരം തേടാവുന്ന സന്നിധാനമാണ് കാനാടി കുട്ടിച്ചാത്തൻ കാവ്. പ്രാചീന കേരളത്തിൽ കൗളാചാരപ്രകാരമുള്ള പൂജാസമ്പ്രദായങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ചാത്തൻകാവുകളാണ് ഭാഷാ വ്യതിയാനത്തിലൂടെയും കാലത്തിൻ്റെ മാറ്റത്തിലൂടെയും ശാസ്താക്ഷേത്രങ്ങളിലായിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ശാസ്താവിനെയും ചാത്തനെയും അയ്യപ്പനെയും ഒന്നായി കണ്ടിരുന്നുവെന്നുള്ള തെളിവാണ് കന്യാകുമാരിയിലെ ഗുഹാനന്ദ ക്ഷേത്രത്തിൽ കാണുന്ന രാജരാജ ചോഴൻ AD 1167 ശിലാശാസനം. പ്രധാന ശ്രീകോവിലിന് മുന്നിൽ അടുത്ത കാലത്ത് വരെ ചാത്തൻ്റെ ഭണ്ഡാരം എന്നറിയപ്പെട്ടിരുന്ന കാണിക്കപ്പെട്ടി സാധിച്ചിരുന്നുവത്രേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.